ഇനുമാനും സംഘവും സുജിത്തിനെ കയറി പിടിച്ചിട്ട് സുജിത്തിനോട് ചോദിക്കുകയാണ്, നീ ആരണ്ട പോലീസിനെ ചോദ്യം ചെയ്യാൻ നീ ആയോ എന്ന് ചോദിച്ച് സുജിത്തിൻ്റെ ഷർട്ട് കയറി പിടിക്കുകയായിരുന്നു. കാലിൻ്റെ അടിയിലേക്ക് അടിച്ചു, അതുപോലെ തന്നെ കുനിച്ച് നിർത്തി അടിച്ചു. ഇത്രയും ഭീകരമായിട്ടുള്ളൊരു രൂപമാണ് അതിനുണ്ടായിരുന്നതെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നതും ഈ വീഡിയോ കണ്ടതിന് ശേഷമാണ്. 15 അടി വീതം കാലിൻ്റെ അടിയിലേക്ക് അടിച്ചിട്ട് അങ്ങനെ 3 തവണകളായിട്ടാണ്. സുജിത്തിന് ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാണുമ്പോഴും അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് ചെവിടിന് ബുദ്ധിമുട്ടുണ്ട്, തല മരവിക്കുന്നുണ്ട്, ദേഹമാകെ അസുഖം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. AC മതി മണ്ഡലത്തിൽ വരുമ്പോൾ ഞങ്ങളൊക്കെ പുലർച്ചെ 4 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ വരും. ബ്ലഡ് എന്നല്ല, ഏത് ആവശ്യത്തിന് ഏത് സമയത്ത് വിളിച്ചാലും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തനമാണ് സുജിത്ത്. വർഷങ്ങളായിട്ട് അറിയാം. ഈ പോരാട്ടത്തിന്റെ നാൾ വഴിയെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണ്. സത്യം പറഞ്ഞത് 2023 ഏപ്രിൽ 5-ാം തീയതി വൈകിട്ടാണ് ഉണ്ടാകുന്നത്. സുജിത്തിനെ അവൻ്റെ നാട്ടിലെ ഒരു പൂരത്തിൻ്റെ വീഡിയോ അവൻ്റെ സുഹൃത്തുക്കൾ കാണുമ്പോൾ നൈറ്റ് പെട്രോളിങ്ങിന് വന്ന നുഹ്മാനും അതുപോലെ തന്നെ മറ്റു പോലീസ് സംഘവും എന്താണ് ഇവിടെ കൂട്ടം കൂടിയിരിക്കുന്നത്. അവരുടെ ക്ലബിൻ്റെ ഒരു പൂരം നടന്നിരുന്നു അതിൻ്റെ തലേ ദിവസം. അതിൻ്റെ വീഡിയോ അവർ നോക്കി കാണുമായിരുന്നു. അതിലെ എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി കാണുമ്പോൾ നുഹ്മാൻ വന്നിട്ട്, എന്താണ് നിങ്ങളിവിടെ രാത്രി ഇരിക്കുന്നത്, ഞങ്ങൾക്ക് പരാതി കിട്ടിയിട്ടുണ്ട്, നിങ്ങളിവിടെ ഇരുന്ന് സംഘം ചേർന്ന് മദ്യപിക്കുകയാണെന്ന് ഇവിടെ പറഞ്ഞിട്ട് ആ കുട്ടികളെ, ചെറിയ കുട്ടികളാണ്, ആ കുട്ടികളെ ചോദ്യം ചെയ്തു. സ്വാഭാവികമായിട്ടും സുജിത്ത് ആ ക്ലബിൻ്റെ പ്രസിഡൻ്റായിരുന്നു, അതുപോലെ തന്നെ ചൊവ്വന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരൊരു ജ്യേഷ്ഠനെ പോലെ കരുതുന്ന ആളാണ് സുജിത്ത്. അവർ സുജിത്തിനെ വിളിച്ചു, ചേട്ടാ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, പോലീസുകാർ ഞങ്ങളതിനെ പേടിപ്പെടുത്തുന്നുണ്ട്, ചേട്ടാ ഒന്ന് വരുമെന്ന് പറയും. സുജിത്ത് ഈ ഫോൺ വീട്ടിൽ തന്നെ വെച്ചിട്ടാണ് ഈ സംഭവ സ്ഥലത്തേക്ക് വന്നത്. അവൻ്റെ വീടിൻ്റെ ഒരു 100 മീറ്റർ അപ്പുറത്താണ് ഈ സംഗതി നടക്കുന്നത്. വീട്ടിൽ അവിടേക്ക് വന്നു. സുജിത്ത് പോലീസുകാരോട് ചോദിച്ചു, എന്താണ് സാറേ കുട്ടികളതിനെ, എന്താണ് പ്രശ്നം, കുട്ടികളതിനെ എന്താണ് ഇങ്ങനെ പേടിപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു. ഇത് ഇഷ്ടപ്പെടാതിരുന്നത് കൊണ്ടായിരിക്കാം ഇനുമാനും സംഘവും സുജിത്തിനെ കയറി പിടിച്ചിട്ട് സുജിത്തിനോട് ചോദിക്കുകയാണ്, നീ ആരണ്ട പോലീസിനെ ചോദ്യം ചെയ്യാൻ നീ ആയോ എന്ന് ചോദിച്ച് സുജിത്തിൻ്റെ ഷർട്ട് കയറി പിടിക്കുകയായിരുന്നു. അപ്പോൾ സുജിത്ത് എന്താ സംഗതി നടക്കുന്നതെന്ന് പെട്ടെന്നാവുമ്പോൾ ഏത് പൊതുപ്രവർത്തകനും പെട്ടെന്നുള്ള അറ്റാക്കാണല്ലോ, പകച്ചു നിന്ന് പോയിട്ടുണ്ടാവണം. അപ്പോൾ സുജിത്ത് പറഞ്ഞു, ഞാനിവിടുത്തെ മണ്ഡലം പ്രസിഡൻ്റാണ് യൂത്ത് കോൺഗ്രസിൻ്റെ, അതുപോലെ തന്നെ ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. എൻ്റെ കുട്ടികളെ ചോദ്യം ചെയ്യുമ്പോൾ അത് അന്വേഷിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്, അതുകൊണ്ട് ഭാഗമായിട്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ അതിന് ലഭിച്ച മറുപടി എന്താണെന്ന് പറഞ്ഞാൽ, നിൻ്റെ പൊതുപ്രവർത്തനവും നിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും കയ്യിൽ വെച്ചാൽ മതി, പോലീസിൻ്റെ കയ്യിലേക്ക് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇവനെ ഈ ഷർട്ടിൽ പിടിച്ചിട്ട് ജീപ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റുകയാണ് ഉണ്ടായത്. ഈ ജീപ്പിനുള്ളിലേക്ക് വെച്ചിട്ട് സുജിത്തിൻ്റെ വീടും പോലീസ് സ്റ്റേഷനും തമ്മിൽ കഷ്ടി ഒരു 10 മിനിറ്റിൻ്റെ ഡ്രൈവേ ഉള്ളൂ. ഈ വണ്ടി അതിലും കൂടുതൽ സമയം എടുത്തിട്ടാണ് സ്റ്റേഷനിലേക്ക് വന്നത്. ഈ സമയമെല്ലാം സുജിത്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ മർദ്ദിക്കുകയായിരുന്നെന്നാണ് സുജിത്ത് പറഞ്ഞു. വണ്ടിയിൽ വെച്ചിട്ടും സുജിത്തിൻ്റെ ഷർട്ട് വലിച്ചു കയറി, നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടറിയാം, ഷർട്ട് ഇടാതെയാണ് വരുന്നത്, അതുപോലെ തന്നെ മുണ്ട് ദേഹത്തുനിന്ന് പോയിട്ടാണ് കിടക്കുന്നത്. അത്തരത്തിലുള്ള ഉപദ്രവങ്ങൾ വണ്ടിയിൽ വെച്ചിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റേഷനിൽ വന്നിട്ട് പിന്നെ തുടർന്നുള്ള രംഗങ്ങൾ നമ്മൾ വളരെ ഭീകരമായിട്ടുള്ള എല്ലാം കൊടുത്തിട്ടില്ല. അതെ, ഒരു പ്രത്യേക എന്തോ വൈരാഗ്യമുള്ളതുപോലെ പെരുമാറുന്നത് പോലെയാണ് കണ്ടത്. ഈ പോലീസുകാർ എല്ലാവരും നമുക്ക് വ്യക്തിപരമായിട്ട് ആ സമയത്ത് പരിചയമുള്ളവരായിരുന്നു. സുജിത്തിനെ പേഴ്സണലി അറിയുന്ന ആളായിരുന്നു ആദ്യത്തെ അടിയടിച്ച സന്ദീപ് എന്ന് പറയുന്ന ആൾ. അവനിപ്പോൾ സുജിത്തിനെ വ്യക്തിപരമായിട്ട് അറിയുന്ന ആളുകളായിരുന്നു. അവരെന്താണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് വ്യക്തമല്ല. എനിക്ക് തോന്നുന്നത് എന്തോ ഒരു പ്രത്യേക ഒരു മാനസിക വൈകല്യമുള്ളവർ പെരുമാറുന്നത് പോലെയാണ് ആ വീഡിയോയിൽ കാണുന്നത്. ഒരു സാധാരണ ആളുകളോട് നമ്മൾ അങ്ങനെ ഒരു പോലീസായാലും ഒരു മനുഷ്യത്വപരമായ സമീപനം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. എന്നാൽ അതുപോലും ഇല്ലാത്ത സാധാരണ ഒരു മനുഷ്യരല്ല അത് ചെയ്യുന്നത് എന്നുള്ളൊരു പ്രകൃതത്തിലായിരുന്നു പോലീസുകാരുടെ ആ വീഡിയോയിലുള്ള പെരുമാറ്റം. പിറ്റത്തെ ദിവസം തന്നെ അവനെ സ്റ്റേഷനിൽ നിന്ന് കോടതിയിൽ ഹാജരാക്കിയിട്ട് അവിടുന്ന് ജാമ്യം കിട്ടിയതിൻ്റെ പിറ്റത്തെ ദിവസം തന്നെ നമ്മൾ പോലീസ് സർക്കാരിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മളിത് രഹസ്യമാക്കി വെച്ചിട്ടില്ല. ഇപ്പോൾ വീഡിയോ പുറത്ത് വന്നപ്പോൾ തന്നെയാണ് അന്ന് സുജിത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ മർദ്ദനം ഏറ്റിട്ടുണ്ട്, കാലിൻ്റെ അടിയിലേക്ക് അടിച്ചു, അതുപോലെ തന്നെ കുനിച്ച് നിർത്തി അടിച്ചു. ഇത്രയും ഭീകരമായിട്ടുള്ളൊരു രൂപമാണ് അതിനുണ്ടായിരുന്നതെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നതും ഈ വീഡിയോ കണ്ടതിന് ശേഷമാണ്. അപ്പോൾ പറയുമ്പോൾ അവൻ്റെ മുഖത്തുള്ള വിഷമവും ആ കാര്യങ്ങളും നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിലും വളരെ ഭീകരമായിട്ടുള്ള ആക്രമണമാണ് നടന്നത്. ശരിക്കും ഒരു 7 മിനിറ്റത്തെ വീഡിയോ ആണ് നമ്മൾ കണ്ടത്. പക്ഷേ മുകളിലത്തെ റൂമിൽ അതിലും കൂടുതലുള്ള ഭേദ്യം നടന്നിട്ടുള്ളതായിട്ടാണ് സുജിത്ത് പറയുന്നത്. മനസ്സിലാക്കാം 15 അടി വീതം കാലിൻ്റെ അടിയിലേക്ക് അടിച്ചിട്ട് അങ്ങനെ 3 തവണകളായിട്ടാണ്. ഇത് നമ്മൾ സിനിമയിലോ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള
ഇതിൽ മാത്രമേ ഇങ്ങനത്തെ അനുഭവങ്ങൾ നമ്മുടെ ഒരു വളരെ അടുത്ത ഒരാൾക്ക് ഉണ്ടാകുമ്പോൾ അതിൻ്റെ വേദന നമുക്ക് കൂടിയുള്ളതാണ്. അതായത് അതിൻ്റെ മുകളിലത്തെ വീഡിയോ ഇല്ലാത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു വലിയ കോടതിയുടെ ഉത്തരവുണ്ട് എല്ലാ മേഖലയിലും പോലീസ് സ്റ്റേഷൻ്റെ വിസിബിളായിട്ടുള്ള എല്ലാ ഏരിയയിലും ക്യാമറ കിട്ടണം എന്നുള്ളത്. ഇത് മനഃപൂർവ്വം അവിടെ ക്യാമറ ഇല്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ക്യാമറ ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് ഉപദ്രവിച്ചതിൻ്റെ ഭീകരത നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിലും എത്രയോ ഭീകരതയായിരിക്കും ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് ആക്രമിച്ചാൽ ഉണ്ടാവാമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എല്ലാ ദിവസവും ഇതിൻ്റെ എന്തെങ്കിലും ഒരു കാര്യങ്ങളായിട്ട് ഞങ്ങളെല്ലാവരും വൈകിട്ട് ബന്ധപ്പെടാറുണ്ട്. സത്യം പറഞ്ഞാൽ 2.5 വർഷം ഞങ്ങൾ വേറെ ഈ കാര്യം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ട് ഈ കാര്യം തന്നെയാണ് ഞങ്ങൾ എല്ലാ ദിവസവും ചർച്ച ചെയ്തത്. എങ്ങനെ ഇവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കും, അതിനുള്ള എല്ലാ വഴികളും അന്വേഷിച്ചിട്ട് വർഗീസേട്ടൻ്റെയും നിതീഷിൻ്റെയും നേതൃത്വത്തിൽ എല്ലാ സാധ്യതകളും ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെ ഓരോ ദിവസം പടിപടിയായിട്ട് നമ്മൾ എടുത്ത എഫേർട്ടിന് കിട്ടിയ ഒരു പ്രതിഫലം കൂടിയിട്ടാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യം. സുജിത്തിനെ പോലെ അല്ലെങ്കിൽ സ്റ്റേഷനിലെ പീഡനത്തിന് ഇരയാകുന്നവർ ഇനി ഉണ്ടാകരുത് എന്ന് പൊതുസമൂഹം തന്നെ ഇത് കണ്ടിട്ട് പറഞ്ഞു തുടങ്ങി. വയസ്സായവർ, പാർട്ടി ഭേദമന്യേ ഉള്ള ആളുകൾ എല്ലാവരും ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന ഒരു വ്യക്തിക്ക് ഇത്തരത്തിലൊരു അനുഭവം ഇനി ഉണ്ടാകരുത് എന്ന് എല്ലാവരും പരസ്യമായും രഹസ്യമായും പറഞ്ഞു തുടങ്ങി. അപ്പോൾ ആ ചിത്രത്തിന്റെ ഭീകരത എത്ര ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും അവര് പോലീസ് സേനയിലെ ചേരുമ്പോൾ തന്നെ എടുക്കുന്നത് എന്താണ്, സമൂഹത്തിനും അതുപോലെ തന്നെ അവരുടെ സ്വത്തും ജീവനും സംരക്ഷിക്കാമെന്നാണ്. ഇവിടെ നേരെ തിരിച്ചാൽ ജീവൻ എടുക്കുന്ന തരത്തിലുള്ള പ്രവണതയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ഈ ഇപ്പം ഒത്തിരി പ്രലോഭനങ്ങൾ വന്നു, 20 ലക്ഷവും 50 ലക്ഷവും. തീർച്ചയായിട്ടും അല്ല, നമുക്ക് നിയമത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു എല്ലാവർക്കും. നമുക്ക് വിവരാവകാശം കൊടുത്തപ്പോഴും ഇവർ 1.5-2 വർഷത്തോളം നമ്മൾ നടത്തിയപ്പോഴും അതിന് വ്യക്തമായിട്ട് നമുക്ക് മറുപടി ലഭിക്കുമെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നിയമത്തിൻ്റെ വഴിയിലൂടെ മാത്രമേ പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മറ്റ് പ്രലോഭനങ്ങളെന്നല്ല, ഓഫറുകളായാലും നമ്മളതൊന്നും സ്വീകരിക്കില്ല. നമുക്ക് സുജിത്തിന് നീതി നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഓരോ കോൺഗ്രസ്സുകാരൻ്റെയും ലക്ഷ്യമെന്ന് പറയുന്നത്. സുജിത്തിന് നീതി തേടിക്കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതിന് നമ്മൾ നിയമത്തിൻ്റെ വഴിയല്ലാതെ മറ്റൊരു സോഴ്സ് നമുക്കില്ല. ആ നിയമത്തിൽ നമ്മൾ വിശ്വസിച്ചു, അതിനുള്ള പ്രതിഫലം കിട്ടിത്തുടങ്ങി. ആ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടം. സുജിത്തിന് ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാണുമ്പോഴും അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പോൾ അതിനെല്ലാം ഒരു പ്രതിഫലം കിട്ടി എന്നുള്ളതിൻ്റെ വലിയ ചാരിതാർത്ഥ്യമുണ്ട്. സുജിത്തിനോടൊപ്പം നിൽക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും പറ്റി എന്നുള്ളതിൻ്റെ വലിയ സന്തോഷമുണ്ട്. പാർട്ടിയിൽ കൂടുതൽ സജീവമായി വർക്ക് ചെയ്യാൻ ഒരു വീഡിയോ കൂടെ കിട്ടിയല്ലേ? നമുക്ക് പാർട്ടിയിലല്ലെങ്കിൽ എല്ലാവരും സജീവമാണ്. അതല്ല, ഒന്നും കൂടെ നമുക്ക് ഒരു എന്തായാലും നമുക്കൊരു എല്ലാവരും കൂടെ ഉണ്ടെന്നൊരു തോന്നല്. കൂടെ ഉണ്ട്. നമുക്ക് ആ തുടക്കം തൊട്ടിട്ട് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ വർഗീസേട്ടനായാലും, ചൊവ്വന്നൂർ മണ്ഡലം കമ്മിറ്റി ആയാലും, കുന്നംകുളം യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം കമ്മിറ്റി ആയാലും, മുൻ MLA അനിൽ അക്കരെയാണ് എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് നേതൃത്വമായിട്ട് നിന്നിരുന്നത്. അദ്ദേഹം ആയാലും എല്ലാവരും നമുക്ക് തുടക്കം തൊട്ടിട്ടേ പാർട്ടിയുടെ സപ്പോർട്ടുണ്ട്. ഇപ്പോൾ അത് കുറച്ചുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വിസിബിൾ ആവുന്ന തരത്തിലായി എന്ന് മാത്രം. ഒരു തരംഗമായി. അതെ, തീർച്ചയായിട്ടും. മണ്ഡലത്തിൽ മാത്രമല്ല, കോൺഗ്രസിന് ഒരു ഇമേജ് നമുക്ക് ഇത് ഒരു വാർത്തയാക്കുക അങ്ങനെയല്ല. ഇത് നാളെ ഒരാൾക്ക് വേറെ ഉണ്ടാകരുത് എന്നുള്ള ഒരാവശ്യം കൂടിയാണ് ഞങ്ങളിത് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള പ്രധാന കാരണം. ഒപ്പം നടക്കുന്ന ഒരാള് അല്ലേ? എപ്പോഴും കൂടെ കിടക്കുന്ന. അതെ. സുജിത്തിന് വലിയ വിഷമമായിരുന്നു. കാരണം വെച്ചാൽ ഒരു പൊതുപ്രവർത്തനമാണല്ലോ. ഇത്തരത്തിലൊരു നാട്ടിലൊരു സംഭവം നടക്കുന്ന സമയത്ത് ഒരു പ്രവർത്തന നിലയ്ക്ക് ആൾക്കത് ചോദ്യം ചെയ്യേണ്ട കടമയുണ്ട്. അത്തരത്തിലൊരു ചോദ്യം സമയത്ത് ഒരു പോലീസ് ഇത്ര മൃഗീയമായി മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ അത് ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന സംവിധാനമല്ല. പൊതുപ്രവർത്തകർ ആ നാട്ടിലെ വിഷയങ്ങൾ വ്യക്തമായി ഇടപെടും. അതിലൊരു സ്റ്റേഷനിൽ കൊടുന്ന് ക്രൂരമായി മർദ്ദിക്കുന്നത് അത് വലിയ തെറ്റല്ലേ? ആൾക്ക് മാനസികമായ വിഷമമാണ്. പക്ഷേ ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നു. വർഗീസേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് നമ്മളെ നയിച്ചു വരുന്ന ആളുകൾ. ശക്തമായിട്ട് നമുക്ക് പിന്തുണ തന്നു. നിങ്ങളാരും പേടിക്കേണ്ട, നിങ്ങളാരും സങ്കടപ്പെടേണ്ട, നമുക്കിതിന് പകരം ചോദിക്കാം, നിയമപരമായിട്ട് തന്നെ പകരം ചോദിക്കാം എന്നുള്ള വലിയ ധൈര്യം വർഗീസേട്ടൻ നമുക്ക് തന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിയമ പോരാട്ടം നടത്തി അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. സുജിത്ത് പറഞ്ഞ എന്താണ്, എന്നെ വളരെ ക്രൂരമായിട്ടാണ് അവർ മർദ്ദിച്ചത്. ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ അവരെന്നെ മർദ്ദിച്ചു. എനിക്ക് ചെവിടിന് ബുദ്ധിമുട്ടുണ്ട്,
തലമരവിക്കുന്നുണ്ട്, ദേഹമാകെ അസുഖം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും നമുക്ക് ആർക്കും ഇത്ര മൃഗീയമായിട്ടുള്ളൊരു മർദ്ദനമാണെന്ന് ധരിക്കാനില്ല. സ്വാഭാവികമായിട്ടും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുള്ള ഒരു സാധാരണ മർദ്ദനമായി നമ്മൾ ധരിച്ചിരുന്നത്. പക്ഷേ അവൻ്റെ ആ വിഷമം പറഞ്ഞത് നമുക്ക് മനസ്സിലായി. കാരണം അവൻ്റെ കണ്ണുകളെ നമ്മൾ കണ്ടു, മാനസികമായിട്ട് തകർന്നു നിൽക്കുന്ന നമ്മൾ കണ്ടു. നമ്മൾ കൂടെ നിൽക്കുന്ന ഒരാൾ മാനസികമായി തകർന്ന് പെട്ടെന്ന് മനസ്സിലാവും. കാരണം വളരെ മാന്യമായിട്ട് നടക്കുന്ന ഒരാൾ, സമൂഹത്തിൽ എല്ലാവരോടും വളരെ നല്ല രീതിയിൽ ഇടപെടുന്ന ഒരാൾ ഇത്തരത്തിൽ മാനസികമായി തകർന്ന് നിൽക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാവും. ആ മനസ്സിലായ പിന്നെ നമ്മൾ അവരോട് പറഞ്ഞു, നമുക്ക് ഏത് വിധേനയും പുറത്ത് കൊണ്ടുവരണം. ഇനി നാളെ ആൾക്ക് ഇത് സംഭവിക്കാൻ പാടില്ല. പൊതുപ്രവർത്തനം എന്നല്ല, ഈ സമൂഹത്തിൽ ആ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഒരാൾക്കും ഇത് സംഭവിക്കാൻ പാടില്ല. അത്തരത്തിലൊരു ദൃഢനിശ്ചയം ഞങ്ങൾക്ക് അകത്തുണ്ടായിരുന്നു. അതിന് ഭാഗമായിട്ടാണ് ഈ നിയമപോരാട്ടം നമ്മൾ നടത്തിയത്. ആ സമയത്ത് നിങ്ങൾ ഈ പ്രതിഷേധത്തിനൊന്നും രംഗത്ത് വന്നില്ലല്ലോ? ഇല്ല, നമുക്ക് നിയമത്തെ നമുക്ക് വിശ്വാസമായിരുന്നു. കാരണം നിയമപരമായിട്ട് ഇത് തെളിയിച്ച് നമ്മൾ എത്ര ക്രൂരമായിട്ടുള്ള അനുഭവം നമുക്ക് ഉണ്ടായിരുന്നത് പുറത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ ഉദ്ദേശം. നമ്മൾ ഒരു പൊതുസമൂഹത്തിൽ ഇറങ്ങിയിട്ട് ഈ ഒരു പോലീസ് മർദ്ദിച്ചു എന്ന് പറയുമ്പോൾ എത്രത്തോളം ജനങ്ങളത് ഉൾക്കൊള്ളുമെന്ന് നമുക്കറിയാമല്ലോ. പക്ഷേ ഇത് വളരെ ക്രൂരമായ ഒരു മർദ്ദനമാണെന്നുള്ള അവൻ്റെ ആ വാക്കുകൾ നമുക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് നമ്മളിത് നിയമപരം പോരാടിയിട്ട് ഏത് തരത്തിലും ഇത് പുറത്തു കൊണ്ടുവന്നിട്ട് അതിനുള്ള പ്രതിഷേധം നടത്താനുള്ള തീരുമാനമായിരുന്നു വർഗീസേട്ടൻ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ വർഗീസേട്ടൻ്റെ ഏതൊരു തീരുമാനത്തെ ഞങ്ങൾ അംഗീകരിക്കും. കാരണം വർഗീസേട്ടൻ ഞങ്ങൾക്ക് അൺലിമിറ്റഡ് ലീഡർഷിപ്പാണ്. കാരണം വെറും ലീഡർഷിപ്പ് അല്ല, അൺലിമിറ്റഡ് ലീഡർഷിപ്പാണ്. ഏത് സമയത്തും എവിടെയും എങ്ങനെയും ആൾ നമുക്ക് ലീഡർഷിപ്പാണ്. അപ്പോൾ ഒരുപക്ഷെ ഞങ്ങൾ വീട്ടുകാരൊക്കെ കൂടുതൽ സ്നേഹിക്കുന്നത് വർഗീസേട്ടനെ ആയിരിക്കും. കാരണം ഏത് സമയത്തും ഞങ്ങളെ ഏതൊരു ആവശ്യത്തിനും വർഗീസേട്ടനെ ഒപ്പമാണ്. ഞങ്ങൾക്ക് പിന്നിലല്ല, ഞങ്ങൾക്ക് മുന്നിലല്ല, ഞങ്ങൾക്ക് ഒപ്പം നിന്നിട്ട് ഞങ്ങൾ നയിക്കുന്ന ഒരാളാണ് വർഗീസേട്ടൻ. അപ്പോൾ വർഗീസേട്ടൻ്റെ വാക്കുകൾ അത്ര വൃത്തി നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. ആ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ നിയമപരമായ പോരാട്ടത്തിന് മുന്നോട്ട് പോകുന്നു. ഈ സംസ്ഥാനത്ത് സ്വർണ്ണ കള്ളക്കടത്ത് വിഷയത്തിൽ ഈ സംസ്ഥാനത്ത് ആദ്യം സമരം നടന്നത് കുന്നംകുളത്താണ്. വലിയ തരത്തിൽ സമരമായിരുന്നു അത്. ഈ സംസ്ഥാനത്ത് ആദ്യമായി ലാത്തി ചാർജ് ഉണ്ടായത് ഈ സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ സംസ്ഥാനത്ത് ആദ്യമായി ലാത്തി ചാർജ് കുന്നംകുളത്താണ്. ആ കുന്നംകുളത്തിന് സമരത്തിന് നേതൃത്വം നൽകിയ ആളുകളാണ് ഞങ്ങളൊക്കെ. അത് വലിയൊരു വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. AC മൊയ്തീൻ നമ്മളെ കണ്ണൂർ ഒരു വിഷയത്തിൽ, ആന്തൂർ വിഷയത്തിൽ AC മൊയ്തീനെ വഴി തടഞ്ഞ ആളുകളെ ഞങ്ങൾ, വഴി തടഞ്ഞ് ജയിലിൽ പോയിട്ട് റിമാൻഡിലായുള്ള ആളുകളെ ഞങ്ങൾ, പിന്നെ കരൂർ വിഷയത്തിൽ സമരം നടത്തിയ ആളുകളെ ഞങ്ങൾ, സർക്കാരിനെതിരെയുള്ള മൊയ്തീനെതിരെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ സമരം നടത്തിയുള്ള ആളുകളാണ്. ഈ സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തികളിലും മുന്നിൽ നിന്നുകൊണ്ട് സമരം നടത്തിയ ആളുകളാണ്. തീർച്ചയായും ആ ഒരു സമരത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളോടുള്ള ദേഷ്യം എന്തായാലും ഉണ്ടാവുമല്ലോ. ഈ AC മൊയ്തീൻ്റെ മണ്ഡലത്തിൽ ഇത്ര ഒരു മൃഗീയമായ ഒരു സംഭവം നടന്നിട്ട്, രാഷ്ട്രീയമായിക്കോട്ടെ, മൃഗീയമായ ഒരു സംഭവം ഇതുവരെ അദ്ദേഹം ഒരു വാക്ക് വേണ്ടിയിട്ടില്ല. എന്താണ് വിഷയം എന്നുള്ള അന്വേഷിക്കാൻ തയ്യാറായിട്ടില്ല. രാഷ്ട്രീയമേതോ ആളാരോ ആയിക്കോട്ടെ, ഇത്ര മൃഗീയമായിട്ടൊരു സംവിധാനം ഈ പോലീസ് സ്റ്റേഷൻ നടക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ ഉള്ളു എന്നറിയാൻ ഒരു സംവിധാനം ഉണ്ടല്ലോ, ഇതുവരെ AC മൊയ്തീൻ തയ്യാറായിട്ടില്ല. അപ്പോൾ അത്രത്തോളം നമുക്ക് മനസ്സിലാവില്ല AC മൊയ്തീൻ്റെ ഇത് പിന്നിലുള്ള കളികൾ. അതുപോലെ തന്നെ ഈ ലൈഫ് മിഷൻ ആയാലും ബന്ധപ്പെട്ട് AC മൊയ്തീൻ്റെ എല്ലാവിധ ഇടപാടുകളൊക്കെ നമ്മൾ നിരന്തരം സമരം നടത്തുന്ന ആളുകളായിരുന്നു. അതിൻ്റെ കൃത്യമായിട്ടുള്ള വൈരാഗ്യം ആൾക്ക് നമ്മളോടുണ്ട്. AC മൊയ്തീൻ ഒരു സമയത്ത് AC മൊയ്തീൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് AC മൊയ്തീൻ മണ്ഡലത്തിൽ വരുമ്പോൾ ഞങ്ങളൊക്കെ പുലർച്ചെ 4 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ വരും. ഞങ്ങൾ വീട്ടിൽ ഇതൊക്കെ പിടിച്ചുകൊണ്ടുവരുന്ന സമയം തന്നെ വന്നു. ഒരു 5-6 വട്ടം ഞങ്ങൾ കരുതൽ കണക്കിലാക്കിയിരുന്നു. AC മൊയ്തീൻ എന്നാണോ ഈ കുന്നം മണ്ഡലത്തിൽ വരുന്നത് അന്ന് 4 മണി മുതൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലായിരിക്കും. SI ഉൾപ്പെട്ട ആളുകൾ വീട്ടിൽ വരും, വാതിൽ മുട്ടും. നമുക്കറിയാം, ഉറക്കത്തിൽ നിന്ന് വരുന്ന സമയത്ത് തുറക്കണ വാതിൽ, കേരള ജീപ്പിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചുകൊണ്ട സംവിധാനമായിരുന്നു. പിന്നീട് അത് വലിയൊരു സമരമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടന്നതിന് ശേഷമാണ് അത് നിർത്തിയത്. AC മൊയ്തീൻ MLA ആയ സമയത്തും പിണറായി വിജയൻ ഈ മണ്ഡലത്തിൽ കിടന്ന സമയത്ത് ഞങ്ങളൊക്കെ പോലീസ് കരുതലിലായിരിക്കും. അത് വലിയ തരത്തിൽ നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും നമ്മൾ ഒരുപാട് നേരം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സംഭവം ഉണ്ടായത് മുതൽ ഇന്ന് ഈ നിമിഷവാർ പാർട്ടികൾ കൂടെയാണ്. ഞങ്ങൾ ഈ വിഷയം അറിയുന്ന എല്ലാ നേതാക്കന്മാരും പാർട്ടി പൂർണ്ണമായിട്ട് ഞങ്ങൾ പിന്തുണച്ചിട്ടുള്ള സംവിധാനത്തിലാണ് നമുക്ക്. പാർട്ടിയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. 10 വർഷമായിട്ട് ഭരണമില്ല, ശരിക്കും നിങ്ങൾ വേട്ടയാടപ്പെടുന്നു. ഈ സമയത്ത് ഇപ്പൊ തന്നെ സുജിത്തിന്റെ മർദ്ദനം തന്നെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ അങ്ങനെയല്ലേ മനസ്സിലാക്കാൻ പറ്റുന്നത്? അല്ല, ഈ മർദ്ദനം എന്ന് പറയുന്നത് നമ്മൾ പ്രതിപക്ഷത്താണ്. സ്വാഭാവികമായിട്ടും ആ ഒരു കുറവുണ്ടാവുമല്ലോ. പ്രതിപക്ഷം 10 വർഷമായിട്ട് ഭരണമില്ല, പ്രതിപക്ഷത്തെ നമുക്കൊരു കുറവുണ്ടാവും. ആ കുറവല്ലാതെ പാർട്ടി നമ്മൾ 100% പാർട്ടിയാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത്. എല്ലാ നേതാക്കന്മാരും എല്ലാം നമ്മൾ കൂടെ നിന്നിട്ട് നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തത് പാർട്ടിയാണ്. ഒരു കണത്തിലും പാർട്ടി നമ്മളെ പിന്നാടിയിട്ടില്ല. മുഴുവൻ സമയത്ത് നമുക്ക് ഏതൊരു ആവശ്യമാണ് എവിടെയാണ് ചെല്ലുന്നത് പാർട്ടി മുഴക്കം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വർഗീസേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നേതാവാണ്. ഞങ്ങൾ ഈ രാഷ്ട്രീയത്തിനകത്ത് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് ഞങ്ങൾ കടന്നു വരുന്നത്. ഞങ്ങൾക്ക് ഒറ്റ വാക്കാതെ പറഞ്ഞല്ലോ, പ്രസ്ഥാനത്തിന് വേണ്ടി പോരാടുക, നീതിക്ക് വേണ്ടി പോരാടുക. ആരുടെ മുഖത്തോ എന്തോ പറയേണ്ടത് ആ കാര്യം നോക്കി പറയുക. അതല്ലാതെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമോ മറ്റു രാഷ്ട്രീയമോ നമുക്കില്ല. ഇതിൽ നമുക്ക് ആവശ്യം നീതിയാണ്, പണമല്ല. നാളെ ഒരാൾക്ക് ഇത് സംഭവിക്കാൻ പാടില്ല. സൂചിത സംഭവിച്ചാൽ ശിക്ഷ കിട്ടണം. ഞങ്ങളെ പഠിപ്പിച്ചതാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രസ്ഥാനത്തിനും ഒപ്പം നിന്നിട്ട് മുന്നോട്ട് പോകും. ഇതിൽ ലക്ഷങ്ങളുടെയോ വരുമാനത്തിൻ്റെയോ വിഷയമില്ല. ഞങ്ങൾ ഉണ്ടായ സംഭവത്തിന് നീതി കിട്ടണം, നിയമപരമായിട്ട് നീതി കിട്ടണം. അതിന് ഞങ്ങൾ മുന്നോട്ട് പോകും.
സുജിത്തിൻ്റെ അമ്മയൊക്കെ നമുക്ക് വളരെ സങ്കടം. ഞങ്ങളൊക്കെ ഈ സമയത്ത് ഞങ്ങൾ ചേർത്ത് പിടിക്കുന്ന ഒരു അമ്മയാണ്, വളരെ സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു അമ്മയാണ്. ആ അമ്മയുടെ മുഖത്തുള്ള കണ്ണുനീരും ഞങ്ങൾ കെട്ടിപ്പിടിച്ചിട്ടുള്ള കരച്ചിലൊക്കെ കാണുമ്പോൾ വളരെ സങ്കടമാണ്. കാരണം വെച്ചാൽ നമ്മുടെ അമ്മയെ പോലെ തന്നെ വരും ആ ആളുകൾ കെട്ടിപ്പിടിച്ച് കരയുന്ന സമയത്ത് സുജിത്തിനേക്കാൾ വേദന ഞങ്ങൾക്കാണ്. കാരണം ഒപ്പം നടക്കുന്ന ആളുകളെ സംരക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് വലിയൊരു വിഷമമാണല്ലോ. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുഖത്ത് കാണുന്ന ഒരു വിജയം ഞങ്ങളുടെ വിജയമായിട്ട് കാണുന്നു. ആ സന്തോഷം ഞങ്ങൾ കാണുന്നു. കാരണം വെച്ചാൽ സുജിത്ത് നീതി കിട്ടുകൊണ്ടിരിക്കുന്നു, പൊതുസമൂഹം ഇത് തിരിച്ചറിഞ്ഞു. സുജിത്ത് എന്ന് പേര് പറഞ്ഞാൽ രണ്ടാമത് നമുക്ക് ചിന്തിക്കാൻ ആളുകൾ ചോദിക്കേണ്ട കാര്യമില്ല. കാരണം വളരെ മാന്യമായിട്ട് പെരുമാറുന്ന ഒരാളാണ്. കാരണം അമ്പലത്തിലെ പൂജാരിയാണ്, അവൻ്റെ അതായത് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോകുന്ന ആളാണ്. കൃത്യമായിട്ട് ആളുകളോട് പെരുമാറുന്ന രീതി അറിയാം. ഒരു ജനകീയമായ പൊതുപ്രവർത്തകനാണ്. ആ നാട്ടിൽ പോയാൽ അറിയാം, ഒരു വലിയ ക്ലബ്ബുണ്ട്, ആ ക്ലബിൻ്റെ പ്രസിഡന്റ് കുറേ കാലങ്ങളായിട്ട് ആ ക്ലബിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ഒരാളാണ്. എല്ലാ ആളുകളുമായിട്ട് മാന്യമായി ഇടപെടുന്ന ആളുകളാണ്. ഏത് ആവശ്യത്തിനും ആളുകളൊപ്പം നിൽക്കുന്ന ആളാണ് സുജിത്ത്. വളരെ മാന്യമായിട്ട് വളരെ അനുഭാവപൂർവ്വം സ്നേഹത്തോടെ കാരുണ്യത്തോടെ മറ്റുള്ളവർ പെരുമാറുന്ന ഒരാളാണ് സുജിത്ത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ കാരുണ്യത ഞാൻ പറഞ്ഞത്, വളരെ കാരുണ്യമായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. കാരണം ബ്ലഡ് എന്നല്ല, ഏത് ആവശ്യത്തിന് ഏത് സമയത്ത് വിളിച്ചാലും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തനാണ് സുജിത്ത്. പേര് വിനോജ്. പി.കെ. ശ്യാംകുമാർ. പി.കെ. ശ്യാംകുമാർ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ്. സുജിത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ്. സുജിത്തിനെ 2023 അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് റിമാൻഡ് ചെയ്യാൻ കൊണ്ടുപോയ സമയത്ത് സുജിത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായത് ഞാനാണ്. ആ സമയത്ത് സുജിത്ത് ശാരീരിക അസ്വസ്ഥതകളൊക്കെ പറഞ്ഞു. ഞങ്ങളത് അപ്പോൾ തന്നെ മജിസ്ട്രേറ്റിന് പരാതിയായി എഴുതി കൊടുത്തു. സുജിത്ത് കസ്റ്റഡി മർദ്ദനത്തിന് ഇരയായിട്ടുണ്ടെന്ന വിവരം കോടതി മുമ്പാകെ അറിയിച്ച് കോടതിയുടെ നിർദ്ദേശപ്രകാരം കോടതി ആദ്യം സുജിത്തിന് ജാമ്യം അനുവദിച്ചു. ഒരു കൃത്യനിർവഹണം തടസ്സം ചെയ്ത കേസിലാണ് സുജിത്തിനെ അന്ന് അന്യായമായി പ്രതി ചേർത്തത്. ആ കേസ് പിന്നീട് എങ്ങും എത്തിയില്ല. കുറ്റപത്രം പോലും സമർപ്പിക്കാതെ ആ കേസ് അന്ന് തന്നെ പോലീസ് അത് തേഞ്ഞുമാഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ സുജിത്തിനെ ബോധപൂർവം കൊടുക്കുന്നതിന് വേണ്ടി പോലീസ് അന്ന് ഒരു കേസ്, കൃത്രിമമായ അന്യായമായ ഒരു കേസ് അന്ന് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ പേരിൽ സുജിത്തിനെ പോലീസിനെ ആക്രമിച്ചു എന്ന ഒരു കള്ളക്കേസ് എടുത്തുകൊണ്ട് സുജിത്തിനെ റിമാൻഡ് ചെയ്യുന്നതിന് വേണ്ടി കോടതി മുമ്പാകെ ഹാജരാക്കി. കോടതിക്ക് സുജിത്ത് മദ്യപിച്ച് ബഹളമുണ്ടാക്കി പോലീസിനെ കയ്യേറ്റം ചെയ്തു എന്നായിരുന്നു കേസ്. സുജിത്ത് കോടതി അത് തള്ളിക്കളയുകയും സുജിത്തിനെ അന്ന് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ജാമ്യമില്ല വകുപ്പ് പ്രകാരമുള്ള കേസിൽ സുജിത്തിന് കോടതി അന്ന് ജാമ്യം അനുവദിച്ച് പിരിഞ്ഞു പോകാൻ നിന്ന പോലീസുകാരോട് പിരിഞ്ഞു പോകാതെ സുജിത്തിനെയും കൊണ്ട് വിശദമായ മെഡിക്കൽ ചെക്കപ്പ് നടത്തുവാനും കോടതി നിർദ്ദേശിച്ചു. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ സുജിത്തിന് ചാവക്കാട് ഗവൺമെൻറ് താലൂക്ക് ഹോസ്പിറ്റലും പിന്നീട് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ജാമ്യം ലഭിച്ച റിലീസ് ചെയ്ത പ്രതിയെ അതിക്രൂരമായി മർദ്ദിച്ച പോലീസുകാരോട് തന്നെ പ്രതിയെ വിദഗ്ധമായ ചികിത്സ നടത്താൻ കോടതി അന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. അങ്ങനെയാണ് അന്ന് ഉണ്ടായത്. അപ്പോൾ സുജിത്ത് അതിമൃഗീയമായി മർദ്ദനത്തിനിടയായി അന്ന് സുജിത്ത് നമ്മളോടൊക്കെ പറഞ്ഞു. അതെല്ലാം പരാതിയായി കൊടുത്തെങ്കിലും കഴിഞ്ഞ ദിവസം വിവരാവകാശ നിയമം വഴി ലഭിച്ച ദൃശ്യങ്ങൾ കണ്ടപ്പോഴാണ് വളരെ ഹൃദയം തകരുന്ന ഒരു വേദന അനുഭവപ്പെട്ടത്. കാരണം അത്രയേറെ മൃഗീയമായ മർദ്ദനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ നിരവധിയായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രതികളാണ്. CI ഉൾപ്പെടെയുള്ള ACP ഉൾപ്പെടെയുള്ള കമ്മീഷണർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഇതിൽ പ്രതികളാണ്. CCTVയുടെ ദൃശ്യങ്ങൾ വിവരാവകാശ കമ്മീഷൻ നൽകുവാൻ ഉത്തരവിട്ടപ്പോൾ അന്ന് ഒരു പോക്സോ കേസ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ പോക്സോ കേസിനെ ഈ ദൃശ്യങ്ങൾ നൽകിയാൽ ബാധിക്കുമെന്ന വിചിത്രമായ വാദങ്ങളാണ് പോലീസ് അന്ന് രേഖാമൂലം വിവരാവകാശ കമ്മീഷനെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ CCTV ദൃശ്യങ്ങളും സെർവർ അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലെ ദൃശ്യങ്ങളും നശിച്ചുപോയി എന്ന വിചിത്രമായ വാദം രേഖാമൂലം ഉന്നത ഉദ്യോഗസ്ഥർ വിവരാവകാശ കമ്മീഷനെ അറിയിക്കുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ എളങ്കോ IPS അദ്ദേഹം നേരിട്ടെത്തി കഴിഞ്ഞ മാസം വിവരാവകാശ കമ്മീഷണറുടെ മുമ്പാകെ ഹാജരായി. അദ്ദേഹത്തിന് രേഖാമൂലം സമർപ്പിച്ച റിപ്പോർട്ടിലും പറയുന്നത് കേരളത്തിലെ മുഴുവൻ CCTV ദൃശ്യങ്ങളും നഷ്ടപ്പെട്ടു പോയെന്ന്. അപ്പോൾ സുജിത്തിനെ മർദ്ദിക്കുന്ന ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചു വെക്കുന്ന
ആ ദൃശ്യങ്ങൾ നശിക്കപ്പെട്ടു പോയി. ഇത് നേരത്തെ മനസ്സിലാക്കിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ DGPക്ക് പരാതി കൊടുത്തു. സുജിത്തിനെ മൃഗീയമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടങ്ങിയ CCTV ഉണ്ട്, അത് നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അത് പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ അങ്ങനെ സൂക്ഷിച്ച് വെച്ച ദൃശ്യങ്ങളാണ് ഇന്ന് കൊടുക്കേണ്ടി വന്നത്. അതല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളെയും CCTV ദൃശ്യങ്ങൾ ഒരു ദിവസത്തിൽ അപ്രത്യക്ഷിതമാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൽ അപ്രത്യക്ഷിതമായി പോകേണ്ട ദൃശ്യങ്ങളായിരുന്നു ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ സുജിത്തും യൂത്ത് കോൺഗ്രസും DGPക്ക് പരാതി നൽകി ഈ ദൃശ്യങ്ങൾ, അന്നേ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിന്ന് ഈ ദൃശ്യങ്ങൾ, കേരളം ഞെട്ടിയ ഈ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി ഇടയായത്. സുജിത്തിൻ്റെ ഒരു വലിയ ഒരു പോരാട്ടമാണ്. അതിന് വർഗീസ് ചുവന്നൂരും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഈ പോരാട്ടങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ ശ്രീ IM നിതീഷിൻ്റെയുമൊക്കെ പിന്തുണയിലാണ് ഇത്രയേറെ പോരാട്ടം നയിച്ചത്. ഈ പോലീസുകാരെ പിരിച്ചുവിടും എന്ന് തന്നെയാണ് ഓരോ പിരിച്ചുവിട്ട പോരാ, ശക്തമായ നടപടികൾ പിരിച്ചുവിട്ട് അവർക്കെതിരെയുള്ള ക്രിമിനൽ നടപടികളുമായി മുന്നോട്ട് പോയി അവരെ അകത്തിടണം എന്ന് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത്രയേറെ ദിവസമായി ഇത് ചർച്ച ചെയ്യുമ്പോൾ ഒരു മനുഷ്യ കുഞ്ഞു പോലും സുജിത്തിനെതിരെ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അതാണ് പറഞ്ഞത്, ഒരാൾ പോലും സുജിത്തിനെതിരെ പറയുന്നില്ല എന്ന്. കാരണം സുജിത്തിൻ്റേതായ ആവശ്യം അത് ന്യായമാണ്, അതൊരു ധാർമ്മിക സമരമാണ്. അതുകൊണ്ടാണ് കേരളീയ പൊതുസമൂഹം മുഴുവൻ ഇത് പ്രതീക്ഷിക്കുന്നത്. അത് നല്ല ശുഭമായ വാർത്തകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇത് കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് തരംഗം ഉണ്ടാക്കാൻ സാധിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇതൊരു ഇതൊരു പൊതുസമൂഹത്തിന്റെ വിഷയമാണ്. കോൺഗ്രസിന് ഒരു ഇത്തരം കാര്യങ്ങളിലൊക്കെ കോൺഗ്രസ് പുലർത്തുന്ന വർഗീസ് ചുവന്നൂരിനെ പോലെയുള്ള സാധാരണ ഒരു നേതാവ് പുലർത്തിയ ജാഗ്രതയും പോരാട്ടവീര്യവും ഒക്കെ എന്നും പൊതുസമൂഹം സ്മരിക്കപ്പെടും. താങ്ക് യു. കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാണ്. പൊതുസമൂഹം രാഷ്ട്രീയത്തിനപ്പുറമായി കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ, കാരണം വാർത്താമാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന മുഴുവൻ ജനങ്ങളും ഇത് ഒരു അനുവദിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മർദ്ദനം തന്നെയാണ്, അല്ലെങ്കിൽ കേരളീയ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു മർദ്ദനമാണ് കേരളത്തിലേക്ക് കുന്നംകുളത്തെ പോലീസ് നടത്തിയതെന്ന ഒരഭിപ്രായമാണ് രാഷ്ട്രീയത്തിനപ്പുറം മുഴുവൻ ജനങ്ങളും വിലയിരുത്തുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു വീഴ്ച തന്നെയായാണ് ഇത് അവസാനം വിലയിരുത്തേണ്ടത്. കാരണം അനവധി സ്ഥലങ്ങളിലും ഇത്തരം ചെറിയ തരത്തിലുള്ള മർദ്ദനങ്ങളെല്ലാം ഉണ്ടായിട്ടും ഈ ദൃശ്യങ്ങൾ പുറത്തു വരാൻ വേണ്ടി ഇവിടുത്തെ വർഗീസ് ചേട്ടനും നിതീഷും സുജിത്തും ഉൾപ്പെടെയുള്ള നേതൃത്വം നടത്തിയ, നിയമപോരാട്ടം നടത്തിയ, രാജീവ് വക്കീൽ ഉൾപ്പെടെയുള്ളവർ നടത്തിയ പോരാട്ടത്തിൻ്റെ ഭാഗമായി നേടിയെടുത്ത ഈ അവകാശം, അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ, ഇത് വരും കാലങ്ങളിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ നീതിന്യായ വ്യവസ്ഥ ഒരു മാതൃകയാക്കിക്കൊണ്ട് കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും CCTV ദൃശ്യങ്ങൾ പൊതുജനത്തിന് ലഭ്യമാക്കണമെന്ന ഒരു തീരുമാനമെടുത്തെങ്കിൽ പോലും അത്ഭുതപ്പെടാനില്ല. കാരണം അത്രയും ക്രൂരമായ രീതിയിലുള്ള മർദ്ദനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കാരണം ഞങ്ങളെല്ലാം പല സമരങ്ങളിലും, ഞാനൊക്കെ ഈ കോവിഡ് കാലത്ത് പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം നടത്തിയപ്പോൾ മൃഗീയമായ രീതിയിൽ ലാത്തിച്ചാർജ് പരിക്ക് പറ്റിയിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ അതൊന്നും അതൊക്കെ സമരത്തിൻ്റെ ഭാഗമായി നടക്കുന്ന സംഭവങ്ങളാണ്. അതിൽ നമുക്ക് ഇത്തരത്തിൽ വിമർശനം നടത്താൻ പറ്റില്ല. കാരണം സമരം നടത്തുമ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകും, അത് ചിലപ്പോൾ നല്ല പരിക്കുകൾ പറ്റും, കാര്യങ്ങളൊക്കെ. ഇതത്തരത്തിലല്ല, ഒരു കസ്റ്റഡിയിൽ കൊണ്ടുപോയി മർദ്ദിക്കുക, ഒരു നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ ഇത്രയും ഒറ്റപ്പെട്ട രീതിയിൽ കൊണ്ടുപോയിട്ട് 4-5 പോലീസുകാർ വളഞ്ഞത് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് എന്തായാലും കേരള ഭരണത്തിൻ്റെ പിടിപ്പുകേട്, ആഭ്യന്തര വകുപ്പിൻ്റെ പിടിപ്പുകേട് തന്നെയാണ്. AC മൊയ്തീനെതിരെ നിരന്തരമായി സമരങ്ങൾ ചെയ്തുകൊണ്ട് ജയിൽവാസം ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഈ വർഗീസ് ചേട്ടനും നിതീഷും അതേപോലുള്ള ആളുകളെല്ലാം. അപ്പോൾ ആ സമരത്തിന് നേതൃത്വം കൊടുത്ത അന്നത്തെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റാണ് സുജിത്ത്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ഇത് ഈ പോലീസുകാർ മാത്രമല്ല, അന്നത്തെ സ്റ്റേഷൻ്റെ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ഇതിൽ പങ്കുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിലേക്ക് പോലും അന്വേഷണം പോകേണ്ടി വരും. കാരണം 4 പോലീസുകാർ മാത്രമേ എന്താ പറയുക, ഒരു കളവോ അല്ലെങ്കിൽ കൊലപാതകമോ പിടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റേഷൻ ഓഫീസറാണ് ക്രെഡിറ്റ് കൊണ്ടുപോവുക. നമ്മൾ അദ്ദേഹം അവിടെ ആ സംഭവം ഒരു കൊലയാളി അല്ലെങ്കിൽ അക്രമകാരിയെ പിടിക്കുന്ന സമയത്ത് അവിടെ ഇല്ല, ഒരു കള്ളനെ പിടിക്കുന്ന സമയത്തില്ലെങ്കിലും ആ പിടിച്ച സമയത്ത് അതിൻ്റെ ക്രെഡിറ്റ് കൊണ്ടുപോകുമ്പോൾ ആ ഫോട്ടോ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വരുമ്പോൾ അതിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ ഫോട്ടോ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അവരെല്ലാം ഇന്ന് വിവിധ സ്റ്റേഷനുകളിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഈ നേരത്തെ ഇന്നലെ പ്രതിപക്ഷ നേതാവും മറ്റു കോൺഗ്രസ് നേതാക്കന്മാരും പറഞ്ഞതുപോലെ അവർ കാക്കിയിട്ടുകൊണ്ട് കേരളത്തിൽ ഈ പോലീസ് രംഗത്ത് അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗത്തിൽ തുടരരുതെന്ന് തന്നെയാണ് കുന്നംകുളത്ത് മുഴുവൻ കോൺഗ്രസ് പാർട്ടി പറഞ്ഞു. അത് മാത്രമല്ലല്ലോ, നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കിന് ഇപ്പം ഒരു വർഗീസ് ചേട്ടനും
ഇപ്പം ഈ അഡ്വക്കേറ്റിനെ പോലെയുള്ള കുറച്ച് ആൾക്കാർ നിങ്ങളെ സംരക്ഷിക്കാണ്ടായിരുന്നു. ഇപ്പം എല്ലായിടത്തും അങ്ങനെ ഒരു സംരക്ഷണം ഉണ്ടാകുന്നില്ലല്ലോ. ഇല്ല, അല്ല, അത് പാർട്ടി ഇതോടുകൂടി ശക്തമായ തീരുമാനമെടുക്കുന്ന പ്രതിപക്ഷ നേതാവും പാർട്ടി പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെ പോലെയല്ല, പാർട്ടി ഇത്തരം വിഷയങ്ങളിൽ പാർട്ടി പ്രവർത്തകർ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ. കാരണം സുജിത്തിനെ ഉൾപ്പെടെയുള്ള ആളുകൾ, അല്ലെങ്കിൽ വർഗീസോ, നിതീഷോ, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അന്നത്തെ ഭാരവാഹികളായിരുന്ന 3 തവണയെങ്കിലും AC മൊയ്തീനെ മന്ത്രിയായിരിക്കുമ്പോൾ വഴി തടഞ്ഞതിൻ്റെ പേര് ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു വൈരാഗ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ടായിരിക്കാം. വെറുതെ ഒരു പെട്ടെന്ന് സുജിത്തിനെ കൊണ്ടുപോയി മർദ്ദിച്ചതാവില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. രാഷ്ട്രീയമായ കാരണം പോലീസിന് ഇതിലുണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഭയക്കേണ്ടത് തന്നെയല്ലേ ഇങ്ങനെ ഒരു ക്രൂരപീഡനം? നമ്മുടെ 2023 പറയുമ്പോൾ 25 വയസ്സേ കാണുള്ളൂ. സിനിമകളിലൊക്കെയാണ് ഇത്തരം ക്രൂരമായ മർദ്ദനങ്ങൾ കണ്ടിട്ടുള്ളത്. നമ്മൾ പല IDM പോലീസിൻ്റെ രംഗങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് സിനിമയിൽ കൂടെ മാത്രമാണ്. പക്ഷേ ഇത് നേരിട്ട് ജനങ്ങൾ കാണാനുള്ള സാഹചര്യം ഈ സുജിത്തും ഇവരെല്ലാം കൂടി ഉണ്ടാക്കി തന്നു. അതെന്തായാലും നമ്മൾ കേരള പൊതുസമൂഹം മുഴുവൻ അവരോട് കടപ്പെട്ടിരിക്കുന്ന സംഭവം തന്നെയാണ്. കാരണം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നില്ലെങ്കിൽ ഞങ്ങൾ പോലും കഴിഞ്ഞ ദിവസം അവർ വിശ്വസിക്കുന്ന സാധാരണ കേസിൽ കൊണ്ടുപോയാൽ പോലീസുകാർ 2 അടി അടിക്കുന്ന പോലെ അടിച്ചിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നല്ലോ. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് ഇത് കേരളം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെടാനായിട്ടുള്ള കാരണമുണ്ടായത്. കഴിഞ്ഞ ദിവസം ഒരു ട്രാഫിക് വയലേഷൻ്റെ പേരിൽ ഒരു കാറുകാരനെ പിടിച്ചുകൊണ്ടുപോയിട്ട് മർദ്ദിച്ചിട്ടുണ്ട്. അത് ഈ പോലീസ് ദൃശ്യങ്ങൾ അവിടെ കൊടുക്കേണ്ടി വന്നാൽ CCTV ഉള്ളതുകൊണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ മോർച്ചറിക്ക് സമീപം കൊണ്ടുപോയിട്ട് മർദ്ദിച്ചിട്ടുള്ളത്. മെഡിക്കൽ ടെസ്റ്റിന് കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാതെ കുന്നംകുളം ഗവൺമെൻറ് ആശുപത്രിയുടെ താലൂക്ക് ആശുപത്രി സൈഡിൽ ഒരു മോർച്ചറി ഉണ്ട്, ആളില്ലാത്ത സ്ഥലം. അവിടെ കൊണ്ടുപോയി 10 മിനിറ്റ് കഴിഞ്ഞാണ് വണ്ടി തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷന് പുറത്ത് വെച്ചായാലും മർദ്ദനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, അതാണ് AC മൊയ്തീനെതിരെ ശക്തമായ സമരം നടത്തിയിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. കരുവന്നൂർ കേസായാലും ലൈഫ് മിഷൻ കേസായാലും എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അതുകൊണ്ട് ചർച്ചയില്ലെങ്കിലും കേസായാലും കോടതിയായാലും ജനങ്ങളിപ്പോഴും അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലായാലും അതിൻ്റെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വേവലാതി ഭരണകക്ഷിക്കുണ്ട്. അപ്പോൾ അതിനുള്ള നിർദ്ദേശങ്ങൾ രാഷ്ട്രീയ തലത്തിലെ ഭരണതലത്തിൽ നടത്തിയിട്ടുണ്ടാവും, പോലീസിന് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഈ ഒരു ഭരണത്തിൽ നിങ്ങളെ പോലുള്ള യൂത്ത് കോൺഗ്രസ്സുകാരെ സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമല്ല. യൂത്ത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, പോലീസ് സ്റ്റേഷനുകളിൽ പോകും. ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബോർഡ് മാത്രമേ പോലീസ് സ്റ്റേഷനുകളുള്ളൂ. നമുക്ക് ചെല്ലുമ്പോൾ പല സ്റ്റേഷനുകളിൽ നിന്ന് അവിടുന്ന് ലഭിക്കുന്ന അവരുടെ പെരുമാറ്റം നമുക്ക് ജനങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലല്ല. നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ജനകീയമായ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന എന്തെങ്കിലും എനിക്കുണ്ടായിട്ടുണ്ട്. അതെന്താണ്? ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കിഴൂരുള്ള ഒരു കുട്ടി ചിറ്റഞ്ഞൂര് എന്ന സ്ഥലത്ത് ഒരു വാഹനാപകടത്തിൽ മരണപ്പെടുകയുണ്ടായി. രാത്രി ഒരു 6 മണി 7 മണി സമയത്താണ് അപകടം ഉണ്ടാകുന്നത്. ഈ ചിറ്റഞ്ഞൂര് തെക്കേപ്പുറം ചിറ്റഞ്ഞൂര് ഇറക്കത്ത് വെച്ചിട്ട്. അപ്പോൾ അവിടുന്ന് നമ്മുടെ കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്, ആക്സിഡൻ്റ് ആയിട്ടുണ്ട്, അല്ല വണ്ടികൾ 2ഉം റോഡിൽ കിടക്കുകയാണ് എന്ന് പറഞ്ഞു. ഒന്ന് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ് മാറ്റാൻ പറഞ്ഞു ചെന്നപ്പോൾ അന്ന് ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അവിടെ GD ചാർജിലുണ്ടായിരുന്ന പോലീസുകാരൻ വളരെ മോശമായിട്ട് എൻ്റെ അടുത്ത് പെരുമാറി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ ഈ ജനമൈത്രി പോലീസ് സ്റ്റേഷനൊക്കെ എഴുതി വെച്ചിട്ട് ഈ രീതി ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമുക്കൊരു വില കൽപ്പിക്കാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ ആ മരണപ്പെട്ട ആ ചെറുപ്പക്കാരനോടുള്ള ഒരു അവഹേളനം പോലെ സംസാരിച്ചപ്പോൾ നേരെ അന്ന് CI ആയിരുന്ന ബാബു തോമസ് സാറിൻ്റെ അടുത്ത് പോയി പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം അപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥനെ അവിടെ വിളിച്ചു വരുത്തി ശകാരിക്കുകയുണ്ടായി. അത് അദ്ദേഹം നല്ലൊരു മാതൃകാപരമായ ഒരു രീതിയാണെന്ന് ബാബു K. തോമസ് സാർ ചെയ്തു തന്നത്. കാരണം ആ പോലീസ് ഉദ്യോഗസ്ഥർ അപ്പം തന്നെ വിളിച്ച് എൻ്റെ മുന്നിലേക്ക് വിളിച്ചു വരുത്തി CIയുടെ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടെ വെച്ച് ശകാരിച്ചുകൊണ്ട് സ്റ്റേഷനിൽ വരുന്നവരോട് മര്യാദ രീതിയിൽ പെരുമാറണം എന്നൊരു കർശനമായി താക്കീതെന്ന് അദ്ദേഹം കൊടുത്തുകയുണ്ടായി. അങ്ങനെ ചില ഉദ്യോഗസ്ഥന്മാർ നമുക്ക് നല്ല പരിഗണന തരുന്നുണ്ട്. ജെറിൻ ഇവിടുത്തെ കുന്നംകുളം യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ്. നമ്മളതിനെ പിന്നിൽ പ്രവർത്തിച്ചതിനൊരു റിസൾട്ട് കിട്ടി, വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും 2.5 വർഷം നീണ്ടു നിൽക്കുന്നൊരു പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിനോട് നമുക്ക് വിജയം കാണാൻ സാധിച്ചു. അപ്പോൾ കുറച്ച് അവരിലുണ്ടാവുന്ന നേതാക്കന്മാരുടെ മാത്രമുള്ള ഒരു പോരാട്ടമായിരുന്നു. അവസാനമായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.